ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പാലക്കാട്ടെ ആൾക്കൂട്ടക്കോട്ട അത്യാവശ്യത്തോടെ കൊട്ടിപ്പിരിഞ്ഞു. ഇനി നെട്ടോട്ടമോടി വോട്ടുറപ്പിക്കലാണ്. കരിമ്പനിയോളം ഉയരത്തിലുള്ള നന്മയുടെയും രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും നാടായി കേട്ടിരുന്നതാണ് പാലക്കാടിനെ. ഈ കഴിഞ്ഞ ഒരു മാസം കേരളം കേട്ടതും കണ്ടതും അതുതന്നെയാണോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. കൂടുമാറ്റത്തിൽ തുടങ്ങി കൂടുമാറ്റത്തിൽ അവസാനിച്ച വിവാദങ്ങൾ, കത്തും ബാഗും വ്യാജ വോട്ടും കൂട്ടത്തിലെ പടലപ്പിണക്കങ്ങളും തുടങ്ങി അനാവശ്യ ചർച്ചകളിൽ മാത്രം ഒതുങ്ങി പാലക്കാടെന്ന രാഷ്ട്രീയ ഭൂമി. വികസനമോ വിശപ്പോ ചർച്ചയായില്ല. അധികാര ജീർണതയും ഭരണകൂട നൃശംസയും മലയാളത്തിൽ അതിഗംഭീരമായി പറഞ്ഞത് പാലക്കാടിന്റെ എഴുത്തുകാരനായ ഒ വി വിജയന്റെ ധർമ്മപുരാണമാണ്. പാലക്കാടൻ ജനതയും ഒ വി വിജയനെ പോലെ വിമർശനം വിരലിൽ പതിക്കും. 5 നാളപ്പുറം പുതിയൊരു രാഷ്ട്രീയമുണ്ടാകും. ജനം ആർക്ക് വിധിയെഴുതും? ചോദ്യം ഇതാണ്: 3-ൽ മുന്നിലാര്? ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും റോജി എം ജോൺ, CPIM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി എന്നിവരാണ്. ആദ്യം റോജിയിലേക്കാണ്. റോജി, ഇപ്പോൾ കൊട്ടിക്കലാശിച്ചിരിക്കുന്നു. ഈ അവസാന നിമിഷത്തെ പ്രതീക്ഷ എന്താണ്? നിങ്ങൾ ഓരോരുത്തരും ഓരോ കണക്കാണ് പറയുന്നത്. 10,000, 15,000 ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് ഇങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെയല്ല, അവിടുത്തെ വിധി മാറ്റി എഴുതുമെന്ന് BJP-യും ഒരുപോലെ പറയുന്നു, CPIM-ഉം പറയുന്നു. സ്മൃതി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കുന്ന ഒരു മണ്ഡലമാണ്. UDF-ന്റെ A ക്ലാസ് മണ്ഡലമാണ് പാലക്കാട്. ഞങ്ങൾ ശ്രീ ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിരുന്നു. അന്ന് ഞങ്ങൾ ആ ആലോചനയിൽ ഞങ്ങൾ കൃത്യമായി എത്തിയ ഞങ്ങളുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് പാലക്കാട് നിശ്ചയമായിട്ടും വിജയിക്കാൻ സാധിക്കും. കാരണം അത് പല കണക്കുകളുടെയും കണക്കുകൂട്ടലുകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും ഗ്രൗണ്ട് റിയാലിറ്റിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ ഒരു കണക്കുകൂട്ടലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് പാലക്കാട് 100% നമുക്ക് വിജയിക്കാൻ സാധിക്കും. പാലക്കാട് ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാകുമെന്നും ആ ബൈ ഇലക്ഷൻ തീർച്ചയായിട്ടും പിണറായി സർക്കാരിന് ഉള്ള നല്ലൊരു തിരിച്ചടിയാകുമെന്നുള്ള ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അത് വിലയിരുത്തൽ നടത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ അതുകൊണ്ട് പാലക്കാട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു A ക്ലാസ് മണ്ഡലമാണ്. വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. സ്മൃതിയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പല വിവാദങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. ആ വിവാദങ്ങളൊക്കെ ഇങ്ങനെ മേൽത്തട്ടിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും ഞങ്ങൾ പാലക്കാട്ടെ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് തുടക്കം മുതൽ അവസാന കലാശക്കൊട്ടിൻ്റെ നിമിഷം വരെ പാലക്കാട്ടെ ജനങ്ങളുടെ പ്രയാസങ്ങൾ, അത് നെൽകർഷകരുടെ പ്രശ്നങ്ങളായാലും അതുപോലെ തന്നെ പെൻഷൻ കിട്ടാതെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളായാലും കാരുണ്യ പദ്ധതിയിൽ 1,600 കോടി രൂപയുടെ കുടിശ്ശിക കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ, അതുപോലെ തന്നെ നമുക്കറിയാം പാചകവാതകത്തിൻ്റെയും പെട്രോളിൻ്റെയും ഒക്കെ വിലവർധനയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ, സംസ്ഥാന സർക്കാർ എല്ലാത്തിനും വില കൂട്ടി മുന്നോട്ട് പോകുന്ന ജനങ്ങളെ കൊള്ളയടിക്കുന്ന നിലപാടുകൾ, ഈ വിഷയങ്ങളൊക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടുത്തെ ചെറുകിട വ്യാപാരികൾ അനുഭവിക്കുന്ന GST ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസർ ഫീ കൊടുക്കേണ്ടി വരുന്ന ഒരു പ്രദേശം, അങ്ങനെ സമസ്ത മേഖലയിലും പാലക്കാട്ടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ ആദ്യാവസാനം ഞങ്ങൾ പാലക്കാട്ടെ ജനങ്ങളുമായി സംവദിച്ച് തന്നെയാണ് ഞങ്ങൾ. പാലക്കാടുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഉന്നയിക്കാം. അത് MLA എന്ന നിലയ്ക്ക് ഒരുപക്ഷെ ഷാഫിയും അത് നേരിടേണ്ടി വരും. MLA ആയിരുന്ന ഷാഫി. അതേസമയം ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട നിശ്ചയിച്ചത് ഞങ്ങളാണ് എന്നാണ് MP രാജേഷ് ഇന്ന് കൊട്ടിക്കലാശത്തിന് മുമ്പ് പറഞ്ഞത്. അത് ഒരർത്ഥത്തിൽ ശരിയുമാണല്ലോ. കാരണം എന്തിലേക്ക് ചർച്ച കൊണ്ടുവരണം? അവിടെ സരിൻ എന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് മുതൽ തന്നെ അവർ അജണ്ട നിശ്ചയിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ വരുമ്പോഴും ഇപ്പുറത്ത് UDF സ്ഥാനാർത്ഥിയാണ് ആരോപണ കൂരമ്പുകൾ ഏറ്റത്. അതിന് മറുപടി പറയുന്നതിൽ, അങ്ങനെ മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിലാണ് നിങ്ങൾക്ക് പകുതി സമയം പോകേണ്ടി വന്നത്. അപ്പുറത്ത് CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിശബ്ദമായ സരിൻ വോട്ട് തേടുന്നുമുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ട്രിക്കായിരുന്നു. അതിൽ നിങ്ങൾ വീണുപോയോ? അല്ല, അങ്ങനെ അജണ്ട CPM തീരുമാനിച്ചു എന്നുള്ള വിലയിരുത്തലൊന്നും ഞങ്ങൾക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി എന്ന നിലയിൽ അവസാനം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു കാര്യം അതിൽ നിന്ന് വ്യക്തമല്ലേ, അതായത് പാലക്കാടിൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വം കൊടുത്ത LDF-ന്റെ നേതാവായിട്ടുള്ള മന്ത്രി MP രാജേഷിനെ
ഞങ്ങളുടെ സർക്കാരിൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ വിലയിരുത്തലാവും ഇവിടെ പാലക്കാട്ട് ജനങ്ങൾ നടത്തുക എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹത്തിനും ഉണ്ടായിട്ടില്ല, മുഖ്യമന്ത്രിക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിൽ നിന്നും വിഷയം മാറ്റിക്കൊണ്ടു പോകേണ്ടത് അവരുടെ ബാധ്യതയായിരുന്നു, അവരുടെ അത്യാവശ്യമായിരുന്നു, അവരുടെ ഗത്യന്തരമായ അവരുടെ ഗതികേടായിരുന്നു എന്ന് തന്നെ വിളിച്ചു പറയുകയാണ് ഇന്ന് ശ്രീ MP രാജേഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യത്തിൽ അവർ അജണ്ട തീരുമാനിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. അതായത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ നേതാക്കൾ വലിയ തോതിൽ കള്ളപ്പണം അല്ലെങ്കിൽ കുഴൽപ്പണം കൈപ്പറ്റിയെന്നും അതിൽ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്നും BJPയുടെ പല നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കപ്പെട്ട് BJP ഏറ്റവും പ്രതിരോധത്തിലായ ഘട്ടത്തിൽ ആ വിഷയത്തിൽ നിന്നും ചർച്ച മാറ്റുന്നതിന് വേണ്ടിയിട്ട് BJPയും CPMും ചേർന്ന് ഒരു പെട്ടി വിവാദം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതിൽ, അതായത് BJP പ്രതിരോധത്തിലായ ഘട്ടത്തിൽ അവരെ രക്ഷിക്കുവാനായിട്ട് പുതിയൊരു അജണ്ട വരുന്ന കാര്യത്തിൽ BJPയും CPMും വിജയിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ആ പെട്ടി വിവാദം അത് അവരെ തിരിഞ്ഞുകുത്തി, BJPയെയും CPMനെയും തിരിഞ്ഞുകുത്തിയെന്നും അത് CPM BJP കൂട്ടുകെട്ട് അത് ഞങ്ങൾക്ക് കുറെ കൂടി വ്യക്തമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതുമാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അവസാനം ആ പെട്ടി തന്നെ ഇട്ടിട്ട് പോകേണ്ട നീലപ്പെട്ടിയും മഞ്ഞപ്പെട്ടിയും ഒക്കെ വലിച്ചെറിയൂ എന്ന് CPMൻ്റെ നേതാവിനെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് ആ പെട്ടി വിവാദം അവർക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ് അജണ്ട നിശ്ചയിക്കുന്ന കാര്യത്തിൽ അവർക്ക് സംഭവിച്ചത്. പിന്നെ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റവും ഒടുവിൽ ഇനി അജണ്ടയുടെ കാര്യം എടുത്താൽ പോലും ശ്രീ സന്ദീപ് വാര്യരെ ഉൾപ്പെടെയുള്ള സന്ദീപ് വാര്യരെ പോലുള്ള നേതാവിനെ ഞങ്ങൾ കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയും, അതായത് CPM കുറേയേറെ നാളുകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മണത്ത് നടന്നു. അങ്ങനെ മണത്ത് നടന്നിട്ട് അവസാനം കിട്ടാതെ വന്ന ആളെ ഞങ്ങൾ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അജണ്ട ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് അജണ്ട സെറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും ജനങ്ങളോട് സംവദിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിലയിരുത്തൽ. ഒറ്റ കാര്യം കൂടി ഞാനത് അവസാനിപ്പിക്കുക. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ എന്താ പറഞ്ഞത്? ഇന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വളരെ ആർജവത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ വിലയിരുത്തലാകും എന്ന് പറയാനുള്ള ചങ്കുറപ്പ്, ഇരട്ടച്ചങ്കുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ? കാരണം സർക്കാർ ഇത്രയൊക്കെ അവർ അജണ്ടയൊക്കെ തീരുമാനിച്ച തെരഞ്ഞെടുപ്പല്ലേ. ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി ശ്രീ MP രാജേഷിനോടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ അജണ്ടയൊക്കെ സെറ്റ് ചെയ്തു എന്നാണല്ലോ അവകാശപ്പെടുന്നത്, നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് നെഞ്ചത്തെ കൈവച്ച് പറയാനുള്ള ആർജവമുണ്ടോ? ഞങ്ങൾ പറയുന്നു ഇത് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആർജവത്തോടുകൂടി പറയുന്നു. ആ ചോദ്യമാണ് ഈ കലാശക്കൊട്ടിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് LDFനോട് ചോദിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ BJPയുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, അതായത് കൊടകര കുഴൽപ്പണ കേസും അതുപോലെ തന്നെ കരുവന്നൂർ കേസും ഒക്കെ തമ്മിൽ ധാരണയായതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത് ഒന്നുകൂടി അരക്കെട്ടുറപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ വയനാടിനോട് BJP സർക്കാർ കാണിക്കുന്ന അവഗണന, അല്ലെങ്കിൽ കേരളം തന്നെ ഈ രാജ്യത്തിൻ്റെ മാപ്പിലില്ല എന്നുള്ള രീതിയിൽ, ഭൂപടത്തിലില്ല എന്നുള്ള രീതിയിൽ കേന്ദ്ര സർക്കാർ പെരുമാറുന്നത്, അവിടുത്തെ നെൽകർഷകരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണന, ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത്, പാലക്കാട്ടെ ജനങ്ങളിൽ അവരുടെ തീരുമാനത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ വിലയിരുത്തലായിരിക്കുമെന്ന് പറയാൻ ഞങ്ങൾക്ക് ആർജവമുണ്ട്. ആ ആർജവം ശ്രീ MP രാജേഷിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതുപോലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രനും ഒക്കെ ഉണ്ടോ എന്നുള്ള തിരിച്ചുള്ള ചോദ്യമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് K. അരുൺകുമാർ എത്താൻ അല്പസമയമുണ്ട്. അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, BJPയുടെ ഇത്തവണത്തെ ആത്മവിശ്വാസം എന്നുള്ളത് 5 അക്ക ഭൂരിപക്ഷം എന്നുള്ളതാണ് സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത്. 9ാം തവണത്തെ മത്സരമാണ് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച്. ഈ 9ാം തവണത്തെ മത്സരത്തിൽ ആത്മവിശ്വാസം ഉയർത്തുന്ന എന്ത് ഘടകങ്ങളാണ്, എന്ത് പ്രാദേശിക സാഹചര്യങ്ങളാണ് BJPക്ക് അനുകൂലമായിട്ടുള്ളത്? ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട്ടെ ജനങ്ങൾ വിധി എഴുതുന്ന കാര്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഭരണപക്ഷവും LDFന് പിന്തുണ നൽകുന്ന UDFും അടിസ്ഥാന വിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്ന ഈ 2 മുന്നണികൾ ഒരു ഭാഗത്ത് ജനത്തിൻ്റെ ചിന്തയിൽ അതാണുള്ളത്. വ്യത്യാസമില്ലാത്ത 2 മുന്നണികൾ, അവർ പരസ്പരം പ്രതിപക്ഷവും ഭരണപക്ഷവുമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അടിസ്ഥാന വിഷയങ്ങളിൽ അവരുടെ നിലപാടൊന്നാണ്. ഒന്നത്. 2, നിലവിലുള്ള MLA ആയിരുന്ന ആളുടെ പാർട്ടി UDF ഈ നിയോജക മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ ചേരിതിരിവിനുള്ള ശ്രമങ്ങൾ. ഇപ്പോൾ ഹരിതസേന ഇറങ്ങിയതടക്കുന്ന പല നിലപാടുകളും പല പ്രവർത്തനങ്ങളും ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ.
വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ രണ്ട് മുന്നണികൾ എടുക്കുന്ന നിലപാട്. പാലക്കാട്ട് വികസനം, ഇപ്പോൾ പാലക്കാട്ടെ വികസനത്തെക്കുറിച്ചൊക്കെ റോജി വളരെ വാചാലനായി. സർ, കഴിഞ്ഞ 8 വർഷമായി MLA ആയിരുന്നു ഷാഫി പറമ്പിൽ. കണ്ണാടി, മാത്തൂർ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിൽ ഇപ്പോഴും കുടിവെള്ളമില്ല. BJP ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ BJP ഭരണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വികസനം നോക്കുമ്പോൾ പാലക്കാട്ട് റോഡിൻ്റെ വികസനമില്ലായ്മ, പാലക്കാട്ട് വ്യവസായ ശാലകൾ വരാത്തത്, പാലക്കാടിൻ്റെ സമഗ്ര വികസനത്തിനുള്ള ഒരു പദ്ധതികളും കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പ്രതിനിധീകരിച്ച MLA-മാർക്ക്, ജനപ്രതിനിധികൾക്ക് നടപ്പാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇത് പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. MLA എപ്പോഴാണ് വരുന്നത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ അതുണ്ടാവില്ലേ ഈ പറയുന്ന കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു വരട്ടെ സ്മൃതി. പ്രശ്നമെന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട, അത് മനസ്സിലാക്കി അധികാരികളുടെ മുമ്പിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു MLA. ആ MLA ആണ് ഇനി പാലക്കാടിൻ്റെ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ ഞാൻ പറയുന്ന ആളെ ജയിപ്പിക്കാൻ പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ആദ്യം തൊട്ടുള്ള ആലോചനയായിരുന്നു എന്നൊക്കെയാണല്ലോ റോജി പറയുന്നത്. കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നു, കത്ത് കൊടുക്കുന്നു. പക്ഷേ കെ മുരളീധരനെയും ജില്ലാ കമ്മിറ്റിയുടെ താല്പര്യങ്ങളെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു സ്ഥാനാർത്ഥി വരുന്നു. ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു, ക്രൈംബ്രാഞ്ച് ആ സ്ഥാനാർത്ഥിയെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാക്കാൻ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് നിർമ്മിച്ചതിനെക്കുറിച്ചുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രം വരുന്നു. വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ വിഷയമല്ലല്ലോ. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ എല്ലാവർക്കും നൽകുന്ന ഐഡൻറ്റിറ്റി കാർഡ് വ്യാജമായി ഉണ്ടാക്കുക എന്ന് പറയുന്നത് രാജ്യദ്രോഹകരമായ കുറ്റമാണ്. അങ്ങനെ രാജ്യദ്രോഹപരമായ ഒരു കുറ്റം ചെയ്തയാൾ അല്ലെങ്കിൽ ആ കുറ്റത്തിന് ക്രൈംബ്രാഞ്ചിന്റെ വെളിപ്പെടുത്തൽ വന്നല്ലോ ഇന്ന് കൊടുത്തത്. ക്രൈംബ്രാഞ്ച് കൊടുത്ത ചാർജ് ഷീറ്റ് അടക്കം ഇന്ന് BJP-യുടെ ഈ കേസ്, ഈ അന്വേഷണം ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പക്ഷേ അതിന്മേൽ തെളിവുകളൊന്നും ഇതിനകം അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. സ്ഥാനാർത്ഥി എന്തുകൊണ്ട് ഞങ്ങളുടെയും ചോദ്യം അത് തന്നെയാണ്. രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ തകർക്കുന്ന തരത്തിൽ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ഐഡന്റിറ്റി കാർഡ് വ്യാജമായി ഉണ്ടാക്കി അതിന്റെ ഗുണഭോക്താവായ ആളിലേക്ക് എത്താൻ തെളിവില്ല എന്ന് പറഞ്ഞ കേസ് പൂഴ്ത്തിവെച്ച ഇടതുപക്ഷം രാജ്യദ്രോഹമാണല്ലോ അത്, അല്ലേ? കള്ളനോട്ടുണ്ടാക്കുന്നത് രാജ്യദ്രോഹമാണ്, വ്യാജ ID കാർഡ് ഉണ്ടാക്കുന്നത് രാജ്യദ്രോഹമാണ്. അല്ലാതെ രാജ്യത്തെ സേവനമൊന്നുമല്ലല്ലോ. ആ കള്ളപ്പണോ അതെ പറയുന്നില്ല. കള്ളപ്പണവും കള്ളനോട്ടും എല്ലാം രാജ്യദ്രോഹമാണ്. എന്നിട്ട് എന്താണ് കൊടകര അന്വേഷണം എന്തായി? ആരാ അന്വേഷിക്കട്ടെ? മുഖ്യമന്ത്രിയുടെ പോലീസൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു. മുഖ്യമന്ത്രിയുടെ പോലീസ് അല്ലേ അന്വേഷിച്ചത്? അല്ലല്ല, ED ആണ് അന്വേഷിക്കേണ്ടത്. ആരാണ് പ്രതി? ED അന്വേഷിച്ചോ? പ്രതിയിലേക്ക് എത്തിയോ? EDയുടെ അന്വേഷണത്തിൽ 25 ലക്ഷം രൂപയുടെ കേരള പോലീസാണല്ലോ പറഞ്ഞത്. പരാതിക്കാരന്റെ ആര് പറഞ്ഞു ED നടത്തിയില്ലെന്ന്? ശ്രുതിക്കറിയാമോ ED നടത്തിയില്ല? പരാതിക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുകയും മൊഴിയെടുത്ത ഒരാളുടെ പേര് പറയാമോ? ഞാനതിനെ ഈ കൊടകര കുഴൽപ്പണ കേസ് ED അന്വേഷിച്ചില്ല എന്ന് ആരാണ് പറഞ്ഞത്? ED പരാതിക്കാരടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തി ആ മൊഴിയുടെ അന്വേഷണം നടത്തിയതാണ് ED. നിങ്ങൾ അന്വേഷിച്ചോളൂ. ED അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് ED അതിന്റെ പൂർണ്ണമായ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. ED പരാതിക്കാരന്റെയും പരാതിക്കാരന് പണം നൽകി എന്ന് പറഞ്ഞ് ഞാൻ വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണല്ലോ പറയുന്നത്, അന്വേഷിച്ചിട്ടാണ് പറയുന്നത്, ഉത്തരവാദിത്വബോധത്തോടെയാണ് പറയുന്നത്. പരാതിക്കാരന് പണം നൽകി എന്ന് പറയുന്ന ആളുടെ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയതാണ് ED. ചാർജ് ഷീറ്റ് കൊടുക്കാത്തത് അത് EDയോട് ചോദിക്കും. ആ പരാതി അത്തരം അന്വേഷണം ED നടത്തിയതാണ്. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കൂ സാർ.
നിങ്ങളാണല്ലോ ഇതെല്ലാം അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും, ചിലത് പറയാൻ പറ്റില്ല. ഇതെങ്ങനെയാണ് ശരിയാവുക? നിങ്ങളിപ്പോൾ ഈ രാജ്യദ്രോഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടകര ചോദിച്ചത്. അതിൽ കെ സുരേന്ദ്രന് വേണ്ടിയുള്ള പണമാണെന്നുള്ള ആരോപണം ഉയർന്നത് നിങ്ങളുടെ ഓഫീസ് സെക്രട്ടറി തന്നെയല്ലേ വാർത്താ സമ്മേളനത്തിൽ പാർട്ടിയുടെ ജില്ലാ ഓഫീസ് സെക്രട്ടറിയല്ലേ വിളിച്ചു പറഞ്ഞത്? മാധ്യമങ്ങൾ അല്ലല്ല ഞാനൊന്ന് പറയട്ടെ ഏതെങ്കിലും ഒരു പോലീസ് റിപ്പോർട്ടിൽ കെ സുരേന്ദ്രന് വേണ്ടിയാണ് പണം എന്നുണ്ടോ? കെ സുരേന്ദ്രൻ ആ കേസിലെ സാക്ഷിയാണ്. കെ സുരേന്ദ്രനെ സാക്ഷിയായി കണ്ടു ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? അതിലെന്താണ് പറയണത്? അതിൽ കെ സുരേന്ദ്രനാണെന്നോ? അങ്ങനെയാണെങ്കിൽ കെ സുരേന്ദ്രനെ പ്രതിയാക്കണ്ടേ? സുരേന്ദ്രന് പ്രതിയല്ലല്ലോ. ബി ജെ പിക്ക് വേണ്ടി കൊണ്ടുവന്ന പണം എന്ന് ഈ പറയുന്ന അതിലെ പ്രതി പറഞ്ഞിരിക്കുന്നു. അല്ലെ, അതിലേക്ക് അന്വേഷണം കൊണ്ടുപോകേണ്ടത് ഇ ഡി ആണ്. ശ്രീനാരായണൻ നമ്പൂതിരി, ഞാനൊന്ന് പറയട്ടെ. ഇല്ലെന്ന് ബി ജെ പിക്ക് വേണ്ടി വന്ന പണമാണ് എന്ന് പ്രതി പറഞ്ഞിരിക്കുന്നു. ബി ജെ പിയുടെ ഏതെങ്കിലും ഒരാൾ പ്രതിയാണോ? ഏതെങ്കിലും ഒരാളല്ല. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഷാഫി പറമ്പിലിന് 4 കോടി കൊടുത്തു മൊഴിയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 4 കോടി രൂപ 4 കോടി രൂപ ഷാഫിക്ക് കൊടുത്തു എന്നുണ്ടല്ലോ. കേസിൽ ആരാണുള്ളത്? 4 കോടി ഷാഫിക്ക് കൊടുത്തു എന്ന് മൊഴിയുണ്ടല്ലോ. കെ സുരേന്ദ്രൻ അല്ലല്ലോ പറഞ്ഞത്. കെ സുരേന്ദ്രൻ മനോരമ പത്രത്തിൽ ധർമ്മരാജന്റെ മൊഴിയായി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? മനോരമ പത്രത്തിൽ ഞാൻ പോലീസിന്റെ മൊഴി അന്വേഷിക്കാം. മനോരമ പത്രത്തിൽ വാർത്ത പറഞ്ഞത് മലയാള മനോരമ പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മരാജനെതിരെ കേസ് കൊടുക്കാൻ അല്ല, ധർമ്മരാജനുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന തെറ്റാണെങ്കിൽ മാനനഷ്ടത്തിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് CPIM ഷാഫി പറമ്പിലോട്. അല്ലല്ല എന്റെ ചോദ്യം ഞാൻ പറയാം. മലയാള മനോരമ പത്രത്തിൽ കൊടകര വിഷയത്തിൽ 3 ദിവസമായി വന്ന പത്രത്തിന്റെ റിപ്പോർട്ടിൽ ധർമ്മരാജൻ പോലീസിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് 3 ദിവസമായി വന്ന വാർത്തയുണ്ട്. നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയോളൂ. അതില്ല എങ്കിൽ എന്നോട് പറയൂ. അല്ല, അതിൽ എവിടെയും കെ സുരേന്ദ്രന്റെ പേരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ശ്രീനാരായണൻ നമ്പൂതിരി, അതുകൂടെ ഒന്ന് പറയൂ. കെ സുരേന്ദ്രൻ അതിൽ പേരില്ലേ? അങ്ങനെ ഒരു പേര് അവിടെ കണ്ടില്ലേ? ധർമ്മരാജൻ കൊടുത്ത മൊഴിയുടെ വിശദാംശങ്ങൾ താങ്കൾ കണ്ടില്ലേ? പറഞ്ഞു എന്നല്ല, ധർമ്മരാജന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ആ റിപ്പോർട്ടിലുള്ളത്, സർക്കാർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. ശ്രീനാരായണൻ നമ്പൂതിരി, സർക്കാർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സുരേന്ദ്രന്റെ പേരുണ്ടോ? പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കെ സുരേന്ദ്രന്റെ പേരുണ്ടോ? പ്രതിയാണോ? പ്രതിയാണെന്ന് ആരെയും പറഞ്ഞു? BJPയുടെ ഏതെങ്കിലും അന്വേഷിക്കണം. നോക്കൂ, കുഴൽപ്പണം കേസ് അന്വേഷിക്കേണ്ടത് ഇഡി ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നില്ല. അതല്ലേ ഞാൻ ചോദിച്ചത്. അല്ല, എന്തു ധാർമ്മികതയാണ് സ്മൃതി അത് പറയാൻ? ഞങ്ങൾ പ്രതിയല്ലാത്ത, ഞങ്ങൾ കുറ്റാരോപിതനല്ലാത്ത, ഞങ്ങൾക്കെതിരെ ആരോപണം പോലീസിന് തെളിയിക്കാൻ പറ്റാത്ത, പോലീസിനില്ലാത്ത ഒരു കേസിൽ നിങ്ങൾ പത്രക്കാരും രാഷ്ട്രീയക്കാരും കൂടി പറഞ്ഞാൽ മതിയോ? പത്രക്കാർ പറഞ്ഞ പേരാണ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി. ഒരു ചോദ്യം ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ചെറിയൊരു ചോദ്യം. ഈ കൊടകര കേസില് പ്രതിയായിട്ടുള്ളയാള് അവിടെ വാഹനമിടിച്ച് പണം നഷ്ടപ്പെടുമ്പോൾ എന്തിനാണ് അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ മകനെയും ഒക്കെ അപ്പൊ തന്നെ ഫോണിൽ നിരന്തരമായിട്ട് വിളിക്കുന്നത്? വേറെ ആരെയും വിളിക്കാനില്ലേ അവർക്ക്? അങ്ങനെ ഫോണിൽ വിളിച്ചു അങ്ങനെ ഫോണിൽ വിളിച്ചു, നിരന്തരം വിളിച്ചു എന്നൊക്കെ പറയും. BJP സംസ്ഥാന പ്രസിഡന്റിനെയും മകനെയും വിളിക്കുന്നത് എന്തിനാണ്? രാത്രിയിൽ എന്തിനാണ് എന്റെ റോജി അത് നിങ്ങൾ ഒറ്റ കാര്യമുള്ളൂ. ഇല്ല, ശ്രീനാരായണൻ നമ്പൂതിരി, എന്തിനാണ് കേസ് സംസ്ഥാന സർക്കാർ ഇഡിക്ക് വിട്ടത്? ഇഡി അന്വേഷിക്കണമെന്ന് എന്തിനാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്? അന്വേഷിക്കാൻ ആവശ്യപ്പെടുമോ? ഇഡി എന്തിനാണ്? എന്റെ ചോദ്യം സുരേന്ദ്രനെ ഫോണിൽ വിളിച്ചു ഇത്തരം കാര്യങ്ങളാണ് സംസാരിച്ചത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ
നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കേസിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാത്തത്? ആ പ്രതി സുരേന്ദ്രൻ ഉറങ്ങിയെന്നറിയാൻ വേണ്ടി അല്ലാത്ത വിളിച്ചാണ്. പ്രതിരോധമായി പോയി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂരി. അങ്ങനെയാണെങ്കിൽ ഓരോ കേസിന്റെയും പിന്നാലെ എന്തിനുമായിക്കോട്ടെ ഞാൻ അരുണിലേക്ക് പോകുന്നു. അരുണിന്റെ ആദ്യ ചോദ്യം ഇതായിരുന്നു. ശ്രീനാരായണ നമ്പൂരി, ഞാൻ പറയാം. സ്മൃതി അങ്ങനെ പോയിട്ട് കാര്യം. ഇല്ലാത്ത കേസിന്റെ പേരിൽ മാധ്യമങ്ങളുടെ വിചാരണ നേരിടാൻ തുടങ്ങിയ ആളുകളായി. ഇല്ലാത്ത കേസിന്റെ പേരിൽ, മറിച്ച് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടപ്പോ, സൂട്ട് കേസ് വിവാദം വന്നപ്പോ നിങ്ങൾ ആളുകളെ സംരക്ഷിക്കുകയാണോ? വ്യാജ ID കാർഡ് എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. ആ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ പ്രതികൾ ഇപ്പോഴും കൂടെ ഉണ്ടല്ലോ. തന്നെയായിരുന്നു വാർത്ത, എന്താ സംശയം? ഞാൻ ആ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ പ്രതികൾ ഇപ്പോഴും ഈ സ്ഥാനാർത്ഥിയുടെ ഒപ്പം ഉണ്ടല്ലോ. എന്തുകൊണ്ട് അത് ചർച്ചയാകുന്നില്ല? അതുകൊണ്ട് വ്യാജ ID കാർഡ്, വ്യാജ ആരോപണങ്ങൾ, ഇതെല്ലാം ഈ വഖഫിന്റെ വിഷയത്തിലെടുത്ത നിലപാട് പാലക്കാട്ട് ജനങ്ങളെ, ഇപ്പോ BJP-യിൽ നിന്ന് പോകുന്നയാൾ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ മറ്റൊരു പാർട്ടിയുടെ ഘടകകക്ഷി നേതാവിന്റെ സമ്മതം വാങ്ങാൻ, അനുഗ്രഹം വാങ്ങാൻ പോകുന്നു. ആ മറ്റ് ഘടകകക്ഷികളെ ഒന്നും കാണുന്നില്ല. എന്തുകൊണ്ട് മറ്റ് സമുദായ നേതാക്കന്മാർ, ഈ മണ്ഡലത്തിലെ 77% ഭൂരിപക്ഷ സമൂഹം, അതിനൊരു സമുദായ നേതാവിനെ അവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് എന്തിനാണ് BJP-ക്ക് ഇത്ര ആശങ്ക? അത് എവിടെ പോയി എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ആശങ്ക? എന്റെ ചോദ്യം കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സാധാരണ പ്രവർത്തകനായി പ്രവർത്തിക്കാൻ പോലും പാണക്കാട്ട് അധികാരിയുടെ അംഗീകാരം വേണമെന്നുള്ള അവസ്ഥ. എന്തുകൊണ്ട് പുന്നല ശ്രീകുമാരനെ, എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ, എന്തുകൊണ്ട് NSSന്റെ സുകുമാരൻ നായരെ ഒന്നും കാണാൻ പോകുന്നില്ല? 77% ആളുകളുടെ സമുദായ നേതാക്കന്മാരെ ആരെയും കാണുന്നില്ലല്ലോ, ആരോടും അനുവാദം വാങ്ങിക്കുന്നില്ലല്ലോ. കോൺഗ്രസിൽ ഇപ്പൊ പ്രവർത്തിക്കണമെങ്കിൽ പാണക്കാട്ട് തങ്ങളുടെ അനുമതി വേണമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ? പാലക്കാട് ജനങ്ങൾ അതെല്ലാം ചർച്ച ചെയ്യുന്നുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പ് പറയുന്നത്. ശരി, അപ്പോൾ നിങ്ങൾ പറയുന്നു സന്ദീപ് ഒരു ഘടകമേ അല്ലാന്ന്. പിന്നെ സന്ദീപ് പോകുന്ന വഴി എന്തിനാണ് തിരയുന്നത്? സന്ദീപ് എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, അയാളൊരു ഘടകമേ അല്ല, ഒരു ചലനവും ഇല്ലാന്ന് പറയുകയും ചെയ്യും. പോയ വഴിയൊക്കെ തപ്പുകയാണ്, ആരൊക്കെ കാണുന്നു നോക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് പിറ്റേ ദിവസം പാണക്കാട് തങ്ങളെ കാണാൻ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. കോൺഗ്രസ്സുകാർ പറഞ്ഞു വിടുകയല്ലേ, അവിടെ പോയി അനുവാദം വാങ്ങിയിട്ട് വന്ന്. ആ ഒരു ഗതികേടുണ്ടല്ലോ, അത് കേരളത്തിൽ ചർച്ച ചെയ്യണ്ടേ? UDF-ലെ എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരെയും ജോസഫ് ഉണ്ടല്ലോ, അരുണിലേക്ക് വരാം. ആദ്യ ചോദ്യം നേരത്തെ MP രാജേഷ് പറഞ്ഞു, ഇവിടുത്തെ അജണ്ട ഞങ്ങളാണ് സെറ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ എന്താകണം പ്രചാരണ വിഷയം എന്നുള്ള കാര്യം സെറ്റ് ചെയ്യാൻ ഏതായാലും CPM-ന് സാധിച്ചു. ആ വഴിയെ കോൺഗ്രസിന് പോകേണ്ടി വന്നു. അതിന് മറുപടി കൊടുത്ത് നീങ്ങുന്നതിനിടയിൽ സരിൻ നന്നായി വോട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ മുല്ലക്കാഴ്ച. ഞാൻ വരാം അരുണിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. സരൺകുമാർ, അപ്പോൾ നിങ്ങൾ അജണ്ട നിശ്ചയിച്ചു, അതിലേക്ക് കോൺഗ്രസ് വീണുപോയി എന്നാണ് MP രാജേഷ് പറഞ്ഞത്. സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി തുടങ്ങുകയാണ്. അത് ശരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണോ കരുതേണ്ടത്? കാരണം ഭരണവിരുദ്ധ വികാരം, സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ, അവിടുത്തെ ക്ഷേമ പെൻഷനുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊന്നും അവിടെ ചർച്ചയാകാതെ നീലപ്പെട്ടി വിവാദത്തിലേക്കും പിന്നീട് വന്ന സന്ദീപ് വാര്യരിലേക്കും ഇതിലേക്കൊക്കെ കാര്യങ്ങൾ നീക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഡോക്ടർ സരിൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതിന് മുമ്പ് പ്രധാനമായും 2 കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഒന്ന്, കോൺഗ്രസിൽ DCC-കളുടെ അഭിപ്രായത്തിന് KPCC ഒരു വിലയും നൽകുന്നില്ല, പ്രാദേശിക നേതൃത്വത്തിന് ഒരു പുല്ല് വില പോലും KPCC നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും കൊടുക്കുന്നില്ല എന്നൊരു കാര്യം. അതുപോലെ തന്നെ കോൺഗ്രസും BJP-യും തമ്മിൽ പരസ്യമായിട്ടുള്ള ഡീലാണ്. ആ ഡീല് അടുത്ത കാലത്ത് നിരവധി സംഭവവികാസങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഡോക്ടർ സരിൻ മുന്നോട്ട് വെച്ചത്. ഈ വിഷയം പറഞ്ഞുകൊണ്ട് സരിൻ കോൺഗ്രസ് രാഷ്ട്രീയം വിടുന്നു, ഇടതുപക്ഷത്തോട് യോജിക്കാൻ തയ്യാറാകുന്നു, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നു, പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അതിനുശേഷം പുറത്തു വന്ന ഓരോ കാര്യങ്ങളും ഈ സരിൻ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു. ഇവിടെ പ്രാദേശിക നേതൃത്വത്തിനോ DCC-ക്കോ ഒരു വിലയും കോൺഗ്രസിൻ്റെ KPCC നേതാക്കന്മാരോ AICC-യോ കൊടുക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പുറത്തു വന്ന കത്ത്. ആദ്യം അങ്ങനെ ഒരു കത്തില്ലെന്ന് പറഞ്ഞു, അതിനുശേഷം വ്യാജ കത്താണ്, ഒപ്പില്ലാത്ത കത്താണെന്ന് പറഞ്ഞു. ഒപ്പുള്ള കത്ത് കൊടുത്തപ്പോൾ പറഞ്ഞു 4 പേരുടെ പേരാണ് DCC നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അല്ല, ഒറ്റ പേരേ ഉള്ളൂ. ആ ഏക പേര് നിഷേധിച്ചുകൊണ്ടാണ് പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥി വന്നത്
എന്നുള്ള കാര്യം തെളിയിക്കപ്പെടുന്ന തെളിവുകൾ കൃത്യമായി പുറത്തു വന്നിട്ട് പൂർണ്ണമായിട്ടുള്ള മൗനം KPCC തുടരുന്ന കാര്യമാണ് നാം കണ്ടത്. ആ വിഷയത്തിൽ പിന്നെ കോൺഗ്രസിന് പ്രതികരിക്കാനേ കഴിഞ്ഞില്ല. ശ്രീ കെ മുരളീധരനടക്കം പല ഘട്ടത്തിലും ഈ വിഷയത്തിലുള്ള തന്റെ അഭിപ്രായം വിയോജിപ്പായിട്ട് രേഖപ്പെടുത്തി. അപ്പോൾ സരിൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ശരിവെച്ചു. രണ്ടാമത്തെ കാര്യം കോൺഗ്രസും BJPയും തമ്മിൽ പരസ്പരം വലിയ ഡീലാണ് നടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ഉയർന്നു വന്ന വിഷയങ്ങൾ സരിൻ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലേക്ക് പോയി. ഏറ്റവും അവസാനം KPCCയുടെ പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തിയല്ലോ. എന്തായിരുന്നു? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതും രാമക്ഷേത്രം നിർമ്മിച്ചതുമെല്ലാം ജാംബവാന്റെ കാലത്ത് ഉണ്ടായ സംഭവമാണ്. അതായത് ജനുവരി മാസം 22-ാം തീയതി നടന്ന ഉദ്ഘാടനം 23-ാം തീയതി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് നവംബർ മാസം 16-ാം തീയതി വെറും 10 മാസങ്ങൾക്ക് ശേഷം കോൺഗ്രസിന്റെ KPCCയുടെ പ്രസിഡന്റ് പറയുക ജാംബവാന്റെ കാലത്ത് നടന്ന സംഭവം ഇപ്പോൾ ഓർമ്മിപ്പിക്കേണ്ടതില്ല എന്ന് എത്തിച്ചേരുന്ന സാഹചര്യം. ഇവിടെയെല്ലാം പല ഘട്ടത്തിലും കോൺഗ്രസിന് തെറ്റിദ്ധരിപ്പിക്കുന്ന പല പ്രസ്താവനകൾ നടത്തേണ്ടി വന്നു. ഉയർന്നു വന്ന വിഷയങ്ങൾക്ക് മറുപടി കൊടുത്ത് പോകേണ്ടി വന്നു. ആ ഘട്ടങ്ങളിലെല്ലാം ഏറ്റവും ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കാനും കൃത്യമായി അത് ചർച്ച ചെയ്യുവാനും ഏതെങ്കിലും തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഉണ്ടായ ആക്ഷേപങ്ങൾ പരിഹരിക്കാനും അത് പരിഹരിച്ചു ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും എല്ലാം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വയനാട്ടിൽ പൂർണ്ണമായി ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിച്ചത്, കേരളത്തെ അവഗണിച്ചത്, കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നഗ്നമായിട്ടുള്ള നിയമലംഘനം EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്, അതിന്റെ ഭാഗമായി BJP നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം, അതുപോലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് 4 കോടി രൂപ ഷാഫി പറമ്പിലിന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞു. ഒരു വക്കീൽ നോട്ടീസ് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ചാനലിൽ മാത്രം പറഞ്ഞ ഏതോ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായി പറഞ്ഞതല്ലാതെ ഒരു നിയമ നടപടി സ്വീകരിക്കുവാനോ ഒരു പത്രസമ്മേളനം വിളിച്ച് അത് വിശദീകരിക്കുവാനോ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. അങ്ങനെ കോൺഗ്രസും BJPയും തമ്മിലുള്ള പരസ്യമായിട്ടുള്ള ഡീല് ഓരോ ദിവസവും കൂടുതൽ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. വട്ടിയൂർക്കാവിൽ ഉണ്ടായതുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിജയം, വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുള്ള ഒരു വിജയം നേടിയെടുക്കാൻ കഴിയും എന്ന തരത്തിലേക്ക് തന്നെ മാറിയിരിക്കുന്നു. 11 കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരുണ്ട്, DCC നേതാക്കന്മാരുണ്ട്, വനിതാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, വനിതാ ജില്ലാ സെക്രട്ടറി ഉണ്ട്. അങ്ങനെ നിരവധി നേതാക്കന്മാരും കുടുംബവും CPM-നോട് യോജിക്കാൻ തയ്യാറായി. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലും ഞങ്ങളിൽ ഒരു തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമോ അലോസരങ്ങളോ ഉള്ള സാഹചര്യമില്ല. എന്നാൽ കോൺഗ്രസും BJPയും നേതാക്കന്മാരെ കൊഴിഞ്ഞു പോകലും നേതാക്കന്മാർ തമ്മിൽ വിഴുപ്പലക്കുന്ന പ്രസ്താവനകൾ നടത്തിയും കൂടുതൽ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യമാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പായിരിക്കും. ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇടതുപക്ഷത്തിന് ആധികാരികമായിട്ടുള്ള വിജയം സമ്മാനിക്കുന്ന റിസൾട്ട് ആയിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികൾ ശക്തിയായി തുടരാൻ ജനങ്ങളുടെ അംഗീകാരം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. അത് സുസ്ഥിര വികസന സൂചികയായാലും അതെ സർക്കാരിന്റെ വിലയിരുത്തലാകുമോ മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും ഞാൻ പറയാം മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും ഈ രാജ്യത്ത് ഒന്നാമതായി വരുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ച് മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിന് കൂടുതൽ കരുത്തുറ്റുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ധൈര്യം നൽകുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അത് ചേലക്കര ആയാലും പാലക്കാടായാലും അത്തരത്തിൽ തന്നെ ഒരു റിസൾട്ട് ആയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ വിലയിരുത്തലാകും അല്ലെ? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ പ്രവർത്തനം വിലയിരുത്തും, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ഞങ്ങൾ ഏറ്റവും കൃത്യമായി ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. നല്ല തരത്തിൽ പൊതുയോഗങ്ങളും കുടുംബയോഗങ്ങളും വീടുകൾ കയറിയിട്ടുള്ള ക്യാമ്പയിനുകളും എല്ലാം ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു. ഏറ്റവും ഉള്ളിലേക്ക് ഇറങ്ങിയുള്ള ക്യാമ്പയിൻ, പുറത്തുനിന്ന് കുറെ നേതാക്കന്മാരെ കൊണ്ടുവന്ന ആഷ്പോഷ് സൃഷ്ടിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ ഇടയിൽ വലിയ ഒരു വാർത്ത ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമല്ല ഞങ്ങൾ സൃഷ്ടിച്ചത്. ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനമാണ്. ഒരു കാര്യം കൂടി ഞാൻ മറുപടി പറയാം. BJPയുടെ നേതാവ് ഇവിടെ ആവർത്തിച്ച് പറഞ്ഞു കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ 3.5 കൊല്ലമായി ED കുഴൽപ്പണ കേസിൽ അടയിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുണ്ട്. കൃത്യമായി കുറ്റപത്രത്തിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് ഈ പണം എവിടെ നിന്നാണ് വന്നത്, ഇത് എങ്ങോട്ടാണ് പോയത്, എന്താവശ്യത്തിനാണ് എന്ന് കണ്ടെത്തണം. 25 ലക്ഷം രൂപയാണ് ധർമ്മരാജൻ നഷ്ടപ്പെട്ടു, അത് പലരും കവർച്ച നടത്തിയെന്ന് പറഞ്ഞ് പരാതി കൊടുത്തത്. എന്നാൽ 3.25 കോടി രൂപയുണ്ട് എന്ന് കണ്ടെത്തി. 1,56,00,000 രൂപ പോലീസ് തന്നെ സ്യൂസ് ചെയ്തു. 66 ലക്ഷം രൂപയുടെ സ്വർണം പോലീസ് യൂസ് ചെയ്തു. ഇതെല്ലാം കോടതിയിൽ ഹാജരാക്കി. ധർമ്മരാജന്റെയും പ്രധാനപ്പെട്ട സാക്ഷികളുടെയും മൊഴി പ്രകാരം 41 കോടി രൂപ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് കെ സുധാകരന്റെ അഭിപ്രായ പ്രകാരം നിർദ്ദേശപ്രകാരം കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിൽ മൊഴിയുണ്ട്. ആ മൊഴിയെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ PMLA ആക്ട് പ്രകാരം EDക്ക് പറ്റൂ. അതുകൊണ്ട് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ബാക്കി ഭാഗം അന്വേഷിക്കാൻ കൃത്യമായി 2/8/2021
കെ സുരേന്ദ്രൻ 2/8/2021 തന്നെ ഈ കുറ്റപത്രം കേന്ദ്രത്തിന് സമർപ്പിച്ചതാണ്, ഇ ഡിക്ക് സമർപ്പിച്ചതാണ്. 3.5 കൊല്ലമായി മൗനം പാലിക്കുകയാണ്, ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇ ഡി ഇതിന് മറുപടി നൽകേണ്ടി വരും. രാജ്യത്താകമാനം ഇ ഡിയെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ അന്വേഷിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഇ ഡി ഇതിന് മറുപടി പറയേണ്ടി വരും. കോൺഗ്രസ് BJP നേതാവ് ഇവിടെ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ. അരുൺ ഈ പറഞ്ഞതിനോടുള്ള ഉപചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോഴും ഈ ആരാണ് UDF സ്ഥാനാർത്ഥി, അതായത് ഇനിയിപ്പോൾ വോട്ട് ചെയ്യാൻ ഒരു ദിവസമേ ബാക്കിയുള്ളൂ, ഇപ്പോഴും ആരാണ് സ്ഥാനാർത്ഥിയായി വന്നത് എന്ന ചർച്ചയിലേക്കും ആ ആരോപണത്തിലേക്കും വീണ്ടും പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളും ആദ്യം ബിനുമോൾ എന്നൊരു പേര് ആദ്യം ഉദ്ദേശിച്ചിരുന്നു. ബിനുമോളെ ഇപ്പോൾ ഡമ്മി സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ജില്ലാ ഘടകങ്ങൾ ഒരു പേര് നിർദ്ദേശിക്കുക, പിന്നീട് സംസ്ഥാന ഘടകം ആലോചിച്ച് മറ്റു പേരിലേക്ക് എത്തുക, ഇതൊക്കെ സ്വാഭാവികമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും ചെയ്യുന്നതാണ്. ആ പേരിൽ തന്നെ ഊന്നിക്കൊണ്ട് എന്തിനിവിടെ വന്നു എന്ന ചോദ്യം, വരത്തൻ എന്ന പ്രയോഗം അവിടെ BJP നടത്തുന്നു. CPM-ന് അങ്ങനെ ഒരു പ്രയോഗമുണ്ടോ? വരത്തൻ എന്നൊരു പ്രയോഗമുണ്ടോ ഇവിടെ സ്ഥാനാർത്ഥി വന്നതിനെക്കുറിച്ച്? എനിക്കത് അറിയണം. കാരണം ഇവിടെ VS വരെ മലമ്പുഴയിൽ മത്സരിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ പല 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 നേതാക്കളും പല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ പലയിടത്തേക്കും പോകുമ്പോൾ ഇന്ന നാട്ടിലെ ആളല്ല എന്നതുകൊണ്ട് ഒരു വരത്തൻ എന്ന പ്രയോഗം നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയണം. രണ്ടാമത്തെ, താങ്കൾ ഈ പറയുന്ന കോൺഗ്രസ് BJP ഡീൽ എന്ന ആരോപണം നിങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോൾ അതാ സന്ദീപ് വാര്യർ BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അത് ഡീലിൻ്റെ ഭാഗമാണോ? അപ്പോൾ ഇനി ആ ഡീൽ എന്നുള്ള വാദം നിലനിൽക്കുമ്പോൾ, ഡീൽ എന്ന് ആദ്യം പറഞ്ഞത് സരിനാണ്. അതുകൊണ്ടാണ് സരിനോട് ഞാൻ കഴിഞ്ഞ ദിവസം അത് ചോദിച്ചപ്പോഴും അതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അരുൺ, ഇതിന് രണ്ടെണ്ണത്തിനൊന്ന് മറുപടി തന്നാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. യെസ്, താങ്കളുടെ ആദ്യത്തെ ചോദ്യം, ഇവിടെ വരത്തൻ സ്ഥാനാർത്ഥി എന്നൊരു പ്രയോഗം CPM-നുണ്ടോന്ന്. ഞങ്ങൾ അത്തരത്തിലൊരു പ്രയോഗം നടത്തിയിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഡോക്ടർ സരിൻ കോൺഗ്രസിന്റെ മീഡിയ സെല്ലിന്റെ കൺവീനർ ആയിരുന്നു, പ്രധാനപ്പെട്ട ഒരു നേതൃത്വമായിരുന്നു. ആ നേതൃത്വം വിട്ട് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിക്കാനായി പറഞ്ഞ ആ കാരണം ശരിവെക്കുന്ന സാഹചര്യങ്ങളാണ് പിന്നീട് ഉണ്ടായത്. 11 കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും വനിതാ നേതാക്കന്മാരും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരടക്കം ആ കോൺഗ്രസ് രാഷ്ട്രീയം വിട്ടത് ഈ 30 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി എങ്ങനെ വന്നു, ഏതെങ്കിലും തരത്തിൽ DCCയുടെ അഭിപ്രായത്തിന് KPCC പരിഗണന കൊടുത്തിട്ടുണ്ടോ, അപ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തെ, ആ സ്ഥാനാർത്ഥിയുടെ വരവിനെ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടോ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 11 പ്രധാനപ്പെട്ട നേതാക്കന്മാർ കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ചത്. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും സ്ഥാനാർത്ഥിയുടെ വരവിനെയോ മറ്റൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല. ആര് സ്ഥാനാർത്ഥിയായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. കെ മുരളീധരൻ പറഞ്ഞ പ്രസ്താവനകളുണ്ട്. സാക്ഷാൽ ശശി തരൂരോടക്കം LDF-ന്റെ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആര് UDF-ന്റെ സ്ഥാനാർത്ഥിയായാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും നല്ല ചിട്ടയായിട്ടുള്ള ക്യാമ്പയിൻ നടത്താനും ഏറ്റവും സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉയർത്തിപ്പിടിക്കാനും ഒരു വിവാദങ്ങൾക്ക് ഇട കൊടുക്കാതെ ചിട്ടയായിട്ടുള്ള പ്രചരണം നടത്താനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. ആര് UDF-ന്റെ സ്ഥാനാർത്ഥിയായാലും BJP-യുടെ സ്ഥാനാർത്ഥിയായാലും ഈ ദിവസം പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്ന ആരോപണങ്ങളുടെ സ്വഭാവമാണ് ഞാൻ ചോദിച്ചത്. കാരണം ഒരാളൊരു സ്ഥാനാർത്ഥിയായി കഴിഞ്ഞിരിക്കുന്നു, അയാൾക്കെതിരെയുള്ള കേസുകൾ എന്തൊക്കെയാണെന്നുള്ള അന്വേഷണം അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം തന്നെയായിരുന്നു. സർക്കാർ അന്വേഷിക്കുന്ന കേസാണ് വ്യാജ ID കാർഡ് കേസ്. ആ കേസ് അന്വേഷണത്തിൽ പ്രതിയായ ഒരാൾ അവിടെ രാഹുലിന്റെ ഏറ്റവും അടുത്ത അനുയായിയായി അവിടെ വന്ന് പെട്ടി കൊണ്ടുപോയി എന്നുള്ളതായിരുന്നല്ലോ ഒരു ഫെനിയെ പറ്റിയിട്ടുള്ള ആരോപണം. ഫെനി ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ആളാണ്. അങ്ങനെ ജാമ്യത്തിൽ പല കേസുകളിലും പുറത്തിറങ്ങിയ പ്രധാനപ്പെട്ട സഖാക്കളും അവിടെ പ്രചാരണത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കേസ് രാജ്യദ്രോഹ കേസാണ്. അത് ഫെനിയിൽ നിന്ന് മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജ്യദ്രോഹ കേസിലെ പ്രതിയാണ് എന്ന രൂപത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ തന്നെ ഇന്ന് പ്രതികരിക്കുന്നു. അത് ഒരു ശരിയായ തെരഞ്ഞെടുപ്പ് പ്രചാരണ സ്വഭാവത്തിലുള്ളതാണോ എന്നുള്ള ചോദ്യം എനിക്കുണ്ട്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഞങ്ങളുടെ കൺസേൺ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും ഞങ്ങളുടെ മുന്നണിയും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, അതാണ് ഞങ്ങളുടെ കൺസേൺ. ആ രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന വിഷയങ്ങളെ രാഷ്ട്രീയപരമായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. ഇവിടെ നീല ട്രോളി ബാഗുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉയർന്നു വന്നു, വ്യാജമദ്യം പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വന്നു, അതുപോലെ തന്നെ വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അതിന്റെ കേസന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ ഞങ്ങളോട് ചോദിച്ചു, എന്താണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകാത്തത്, എന്താണ് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നവർ കുറ്റപത്രം സമർപ്പിക്കാത്തത്, അത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ മറുപടി പറയുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തേണ്ടത് ശ്രീ കെ മുരളീധരനും അതുപോലെ കോൺഗ്രസിൽ നിന്ന് 11 പേർ എങ്ങനെ ഇങ്ങോട്ട് പോന്നു, രാജിവെച്ച് പോരുകയല്ലേ, പൂർണ്ണമായി CPM-നോട് യോജിക്കാൻ തയ്യാറായി
കുടുംബത്തോടെ വരുന്ന സാഹചര്യമല്ലേ? അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ കോൺഗ്രസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലയടിക്കുന്നുണ്ടല്ലോ, അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ. ഞങ്ങളിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുന്നതോ ഒരാൾ എന്തെങ്കിലും പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങളെ സംബന്ധിച്ചുണ്ട്. അപ്പുറത്ത് കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കുണ്ട്. മാത്രമല്ല, രാഹുൽ ജയിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കായിരിക്കുമെന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അവിടെ ബാക്കിയുള്ളവർ ആ ആരോപണം വി ഡി സതീശനിലേക്ക് ഉന്നയിക്കുമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നതാണോ എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ എങ്ങനെയാണ് അത് പ്രതിഫലിക്കുക എന്നറിയണം. റോജി മറുപടി പറയണം ഇടവേളയ്ക്ക് ശേഷം. റോജിയും ജോൺ, ഇതിപ്പോൾ സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്നുള്ള ചോദ്യം CPM-നോട് ചോദിക്കുന്ന പോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലും പ്രതിപക്ഷ നേതാവിന്റെ വിലയിരുത്തൽ കൂടിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ രാഹുൽ എന്ന പേരിലേക്ക് എത്തുന്നത് പ്രതിപക്ഷ നേതാവും രാഹുലും ഷാഫിയും തീരുമാനിച്ച ഈ ത്രയത്തിന്റെ തീരുമാനമാണ് എന്ന ആരോപണം അതിശക്തമായി ഉയരുന്നു. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും എനിക്കുണ്ട് എന്ന് വി ഡി സതീശൻ പറയുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി നിർണായകമാകുന്ന ഒരു വിധിയാകും പാലക്കാടത്. അങ്ങനെ ഒരു വിലയിരുത്തൽ നിങ്ങൾക്കുമുണ്ടോ? തീർച്ചയായിട്ടും സ്മൃതി, ഞങ്ങൾ വളരെ ആർജവത്തോടു കൂടിയിട്ടല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്നു. മറിച്ച് ഞങ്ങൾ പറയുന്നു, വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു, ഇത് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലാകും. സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന് അരുൺകുമാറിനോട് ചോദിക്കുമ്പോൾ അരുൺ ഉൾപ്പെടെ കടന്ന് ഉരുളുകയാണ്. CPM-ന്റെ നേതാക്കന്മാരോട് മുഴുവൻ ചോദിക്കുമ്പോൾ അവർ കടന്ന് ഉരുളുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. ഞാൻ സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾക്ക് അരുൺ പറഞ്ഞ കാര്യങ്ങൾക്കൂടെ മറുപടി പറയേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അരുൺ പറഞ്ഞു, സരിൻ ഉന്നയിച്ച ചില വിഷയങ്ങളെക്കുറിച്ച് കൂടെ സൂചിപ്പിച്ചു. സ്മൃതി, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ച സ്ഥാനാർത്ഥിയാണ്. അതായത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്ത് പരിശോധിച്ച് ഞങ്ങൾ വേണ്ട എന്ന് വെച്ച സ്ഥാനാർത്ഥിനെയാണ് CPM സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇവർ പരാജയപ്പെട്ടു. നമ്പർ 2, അരുൺ പറഞ്ഞു, അതായത് തീരുമാനിച്ച സ്ഥാനാർത്ഥിനെ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം വേറൊരു സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചു എന്ന് പറയുന്നു. മറ്റാര് പറഞ്ഞാലും ഇത് അരുൺകുമാർ പറയാൻ പാടില്ല. കാരണം ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായിട്ട് തീരുമാനിച്ച് തൃക്കാക്കരയിൽ അരുൺകുമാറിന് വേണ്ടി പോസ്റ്ററും ചുമരും എഴുതിയതിന് ശേഷം അരുൺകുമാറിനെ നിർത്തിയാൽ സെഞ്ചുറി അടിക്കാൻ സാധിക്കില്ല, നമുക്ക് പകരം വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ആര് തീരുമാനിച്ചിട്ടാണ് അരുൺകുമാർ ചുമരെഴുതിയ അരുൺകുമാർ അവിടെ നിന്ന് മാറി അവിടെ വേറൊരു സ്ഥാനാർത്ഥി തൃക്കാക്കരയിൽ വന്നതും സെഞ്ചുറി ഓടിക്കാൻ വന്ന ആളുകൾ ബൗൾഡായി പോയതുമൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആര് സ്ഥാനാർത്ഥിനെ ഏത് കമ്മിറ്റി തീരുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ കഥയൊന്നും ഇവിടെ ആരും പറയേണ്ട. ഇവിടെ നേരത്തെ സ്മൃതി ചോദിച്ചു, അവിടെ CPM-ന്റെ ഒരു പ്രതിനിധി ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഇപ്പോൾ നോമിനേഷൻ വരെയുണ്ട്. കാരണം എന്തിനാ നോമിനേഷൻ കൊടുത്തെന്നറിയോ? ഈ സരിനെ സ്ഥാനാർത്ഥിയാക്കി കഴിയുമ്പോൾ സരിനെ ഇലക്ഷൻ്റെ ഇടയ്ക്ക് എങ്ങാനും വിട്ടുപോയി കഴിഞ്ഞാൽ പറയാനൊരു സ്ഥാനാർത്ഥിനെ വേണം. അതുകൊണ്ട് ഒരു ഡമ്മിയായിട്ട് CPM നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്തിട്ടാണ് അവിടെ CPM തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. അതുകൊണ്ട് സ്ഥാനാർത്ഥിനെ എങ്ങനെ തീരുമാനിച്ചു, ആര് തീരുമാനിച്ചു എന്ന കണക്കൊന്നും ആരും പറയരുത്, പ്രത്യേകിച്ച് CPM പറയരുത്, പ്രത്യേകിച്ച് അരുൺകുമാർ പറയരുത് എന്നുള്ളതാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് BJP ഡീലാണ് എന്ന് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ നേരത്തെ ചർച്ചയുടെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നേരത്തെ അല്പം മുമ്പ് BJP-യുടെ പ്രതിനിധി പറഞ്ഞു കേട്ടില്ലേ, കൊടകര കുഴൽപ്പണ കേസിൽ അവരുടെ ഏറ്റവും വലിയ ഡിഫൻസ് എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ്. അതായത് ഈ കേസിൽ പ്രതിയായിട്ടുള്ള ധർമ്മരാജനും അല്ലെങ്കിൽ കവർച്ച കേസിലും കുഴൽപ്പണ കേസിലും പിടിക്കപ്പെട്ട ആളുകളും ആദ്യം ഫോൺ വിളിക്കുന്നത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെയാണ്. ഇവിടെ പറയുന്നു ഈ പണം BJP-ക്ക് വേണ്ടിയിട്ടാണ് എത്തിയതെന്ന് അരുൺകുമാർ തന്നെ പറയുന്ന സുരേന്ദ്രൻ പ്രതിയാവാതെ എങ്ങനെ സാക്ഷിയായി എന്നുള്ളതാണ് ആര് തമ്മിലാണ് ഡീലുള്ളതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം, അതായത് ശബ്ദിക്കുന്ന തെളിവ് എന്നുള്ള കാര്യത്തിൽ ആരും മറക്കാതെ പോകരുത്. അതുപോലെ തന്നെ കുഴൽപ്പണ കേസും കൊടകര കേസും അതുപോലെ തന്നെ കരുവന്നൂർ കേസും എങ്ങനെ സെറ്റിൽമെൻ്റ് ആക്കി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ സന്ദീപ് വാര്യരും പ്രതിപാദിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഇവിടെ മറ്റൊരു കേസ് പറയുകയുണ്ടായി. ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ഇലക്ഷന് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാവുന്നൊരു കാര്യമുണ്ട്. CPM ആക്രമിക്കുന്ന ആരെയാണ്? മുഖ്യമന്ത്രി ആക്രമിക്കുന്ന ആരെയാണ്? കോൺഗ്രസിനെയാണ്, UDF-നെയാണ്. BJP ആക്രമിക്കുന്ന ആരെയാണ്? അവരാക്രമിക്കുന്നത് കോൺഗ്രസിനെയാണ്. രണ്ടുപേരുടെയും ടാർഗറ്റ് കോൺഗ്രസ് ആണ്. പക്ഷേ ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്, അത് BJP ആണ്. അവിടെ വിജയിക്കുക എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ആദ്യം കാണാൻ പോകുന്നു കോൺഗ്രസിലേക്ക് വരുന്ന ഒരാൾ ആദ്യം കാണേണ്ടത് പാണക്കാട്. ഞാൻ അതിലേക്കും വരാം. ഞാനിത് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഞാൻ അത് സ്മൃതി ചോദിച്ചതിലേക്ക് ഞാൻ വരാം. അതുപോലെ തന്നെ ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ പാർട്ടിയിലും ഉണ്ടെന്നേ. അരുൺകുമാറിൻ്റെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ? EP ജയരാജന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളില്ലേ? അദ്ദേഹം സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ പറഞ്ഞില്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, അതവിടെ പൊതുസമൂഹം നമ്മൾ ചർച്ച ചെയ്തതല്ലേ. അതുപോലെ തന്നെ ബാലൻ സഖാവ് ഇന്ത്യയെ പെട്ടി വിവാദം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും പത്രക്കാരെ കാണുന്ന ശ്രീ AK ബാലൻ 3-4 ദിവസം മാധ്യമങ്ങളെ ഒന്നും കാണാതെ മാറി നടന്നത്. NN കൃഷ്ണദാസ് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്? ജില്ലാ സെക്രട്ടറി എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്? സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ടാണ് പലവട്ടം നിലപാട് മാറ്റി പറയേണ്ടി വന്നത്?
വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു പാർട്ടിയിൽ സർവ്വസാധാരണമാണെന്നേ. അതങ്ങനെ വേണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കൊക്കെ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നേതാക്കന്മാരെല്ലാവരും അല്ലെങ്കിൽ ഒരു അച്ചടിച്ച ഭാഷയിൽ ഒരേ ഭാഷയിൽ സംസാരിക്കുന്നൊന്നും അല്ലല്ലോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. കോൺഗ്രസ് ഞങ്ങൾ അങ്ങനെ ഒരു ജനാധിപത്യമൊക്കെ അനുവദിക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ അനുവദിക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു വന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പാർട്ടി മാറി എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ആരുടെയും വീട്ടിൽ ഇന്നോവ കാർ മാഷാള്ളാന്ന് വെച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവ കാർ വിടുകയോ 51 വെട്ടി കൊല്ലുന്ന പാർട്ടിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ ഞാൻ വരാം. ഞാൻ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾ പറയുന്നു. ഇവിടെ പല കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞല്ലോ, പാലക്കാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പല കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് പറയാനുള്ള ആർജവമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ വളരെ കണക്കുകൂട്ടലോടുകൂടി തന്നെയാണ് പറയുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആർക്കും ഒരു ആശങ്കയും വേണ്ട. ഷാഫി പറമ്പിൽ 13 വർഷം പ്രതിദാനം ചെയ്ത ഒരു നിയോജകമണ്ഡലം. അവിടെ ഷാഫി പറമ്പിൽ കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു നേതാവായി മാറി. ആ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് മാറുമ്പോൾ ആ ഷാഫി പറമ്പിലിന് സമനായിട്ടുള്ള അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനോട് കിടപിടിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ വേണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ മുഴുവൻ ആളുകൾ അറിയപ്പെടുന്ന വളരെ ഭാവിയുള്ള നാളെയിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സുപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് പാലക്കാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞങ്ങളവിടെ മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും കിട്ടുമെന്ന് നോക്കി അവസാന നിമിഷം വരെ കാത്തു നിൽക്കാതെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആകെ ഒരു കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രി ചേലക്കരയിൽ എല്ലാ പഞ്ചായത്തിലും പോയി പ്രസംഗിച്ചു. പക്ഷേ മുഖ്യമന്ത്രി പാലക്കാട് കുറേ ദിവസങ്ങളിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് വരാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ അപ്പോൾ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അവിടെ രണ്ട് ദിവസം വന്ന് അവിടെ ഇലക്ഷൻ പ്രചരണത്തിൽ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ വിജയസാധ്യത കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അത് മാത്രവുമല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ 2 പത്രസമ്മേളനം കൂടി ഉണ്ടായിരുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ 1-2 പത്രസമ്മേളനം കൂടി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. ഇനി കോൺഗ്രസിൽ വരുന്ന ഒരാൾ അദ്ദേഹം കോൺഗ്രസ് നേതാക്കളെ കാണും, മറ്റ് നേതാക്കന്മാരെ കാണും, ലീഗ് നേതാക്കളെ കാണും, ഞങ്ങൾ എല്ലാ നേതാക്കന്മാരെയും കാണുന്നേ. അദ്ദേഹം പറഞ്ഞ എന്തുകൊണ്ടാണ് അദ്ദേഹം കാണാൻ തയ്യാറായത്? ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, BJP-കാരായിട്ടുള്ള ആളുകൾക്ക് BJP പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് മറ്റ് മതങ്ങളിൽപ്പെട്ട ആളുകളെ കാണാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ആ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വന്നതും അദ്ദേഹം പാണക്കാട് പോകാൻ തയ്യാറായതും അദ്ദേഹം മറ്റ് നേതാക്കന്മാരെയും മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും ഒക്കെ കാണാൻ തയ്യാറാവുന്നത് അവർക്ക് ഒരു രാഷ്ട്രീയം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അല്ലല്ല, BJP-യിൽ നിന്ന് വന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതാണോ? അതെ, തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും പറയാമല്ലോ. ഞങ്ങൾക്ക് കോൺഗ്രസിനും ലീഗിനും തമ്മിലുള്ള വളരെ അതുകൊണ്ട് കോൺഗ്രസിൽ വരുന്ന ആളുകൾ എവിടെ പോകുന്നു എന്നുള്ളതിനെതിരെ BJP-ക്കാർക്ക് ഇത്ര അങ്കലാപ്പ്. അപ്പൊ എന്തായാലും സന്ദീപ് വാര്യർ പോയ കാര്യത്തിൽ ബിജെപിക്ക് വലിയ അങ്കലാപ്പ് ഉണ്ട് എന്നുള്ളത്, BJP-ക്ക് വലിയ അങ്കലാപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അതാണ് ഞങ്ങളുടെ വിജയം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് ശ്രീനാരായണ നമ്പൂരി, എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്കും ഒരേ തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരേ തരത്തിലുള്ള ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ശ്രീനാരായണ നമ്പൂരി, ചുരുങ്ങിയ സമയമുള്ളതുകൊണ്ടാണ്. നിങ്ങളായാലും CPM ആയാലും ഒരേപോലെ ഇപ്പോൾ ഈ SDPI ബന്ധം ആരോപിക്കുന്നു. എനിക്കിത് രണ്ടാമത്തെ അനുഭവമാണ്. അവസാനം കുറച്ച് സമയമുള്ളൂ എന്ന് പറയാ. തുടക്കത്തിൽ നമ്മൾ രണ്ടുപേരും തന്നെയായിരുന്നു. ഞാൻ പറയാം, സ്മൃതി കോൺഗ്രസ് സ്ഥാനാർത്ഥി വരത്തനാണെന്ന് BJP-ക്കാർ പറഞ്ഞു എന്ന് സ്മൃതി പറഞ്ഞത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി വരത്തനാണ് എന്ന് BJP-ക്കാർ പറഞ്ഞു എന്ന് സ്മൃതി പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ്? കെ സുരേന്ദ്രൻ ഇന്ന് കൊട്ടിക്കലാശത്തിൽ പറഞ്ഞ വാക്ക്, പാർട്ടിയുടെ വക്താക്കന്മാർ ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആൾ പറഞ്ഞ വാക്ക് പത്തനംതിട്ടയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ല, പത്തനംതിട്ടയിൽ നിന്നല്ല. ഒരു തരത്തിലും ഞാൻ പറഞ്ഞ കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി എടുത്തൊരു സാധനം. രണ്ട് പാണക്കാട് പോയി എന്തുകൊണ്ട് PJ ജോസഫിനെ ഒന്ന് കാണാൻ പോകുന്നില്ല? എന്തുകൊണ്ടൊരു പർട്ടിക്കുലർ മേഖലയിൽ മാത്രം പോകുന്നു? അതാണ് ചോദ്യം. ആ വർഗീയത, അത്തരം ഒരു വർഗീയ
നമ്മളെല്ലാവരെയും കാണും പക്ഷേ പാണക്കാട് തങ്ങളെ കാണാൻ പോകുന്നതൊക്കെ വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കും. ദയവേത് അങ്ങനെ ചർച്ച കൊണ്ടുവരുന്നത്. ശ്രീനാരായണ നമ്പൂരി, എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. ശ്രീനാരായണ നമ്പൂരി, SDPI ബന്ധം നിങ്ങളും ആരോപിക്കുന്നു, നിങ്ങളും ആരോപിക്കുന്നു. താങ്കൾ മറുപടി പറയുമെങ്കിൽ ഇപ്പൊ പറയാം, അല്ലെങ്കിൽ ഞാൻ അരുണിലേക്ക് പോകും. മൂന്ന് ധർമ്മരാജൻ പ്രതിയല്ല സർ, ധർമ്മരാജൻ കേസിലെ സാക്ഷിയാ. റോജി ജോൺ ധർമ്മരാജൻ പ്രതിയല്ല, കേസിലെ സാക്ഷിയാ. ആ സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. എന്ത് സാറേ, നിങ്ങളുടെ കൂട്ടുകക്ഷിയല്ലേ ഭരിക്കുന്നത്, നിങ്ങൾ ഒരുമിച്ചല്ലേ നടക്കുന്നത്. ശരി, ഞാൻ അരുണിലേക്ക് 2 മിനിറ്റ് കൂടിയുള്ളൂ. ധർമ്മരാജന്റെ പരാതിയിലാണ് ധർമ്മരാജന്റെ പരാതിയൊക്കെ തുടക്കല്ലേ, അത് കവർച്ചയല്ലേ പരാതി. 1 മിനിറ്റ് അരുണിലേക്ക് പോട്ടെ. അരുൺ ഈ SDPI ബന്ധം ആരോപിക്കുന്നു, അത് തന്നെ BJPയും പറയുന്നു. ഈ പാണക്കാട് തങ്ങളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പിണറായി വിജയന്റെ പ്രസംഗം അത് ഹിന്ദുവിലെ ഇന്റർവ്യൂവിന്റെ തുടർച്ചയാണ് എന്ന് VD സതീശൻ പറയുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി ഉണ്ടോ? അല്ല, കുറച്ച് നാളായി ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വർഗീയ കക്ഷികളായിട്ടുള്ള SDPIയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ആർക്കാണ് പിന്തുണ കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് താങ്കൾ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് ഒരു ചോദ്യം ചോദിച്ചു, SDPയുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ കഴിയുമോ എന്ന്. ആ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി കുതറി മാറി ഇടതുകാലെടുത്ത് വലത് വെച്ച്, വലതെന്ന് എടുത്ത് ഇടത് വെച്ച് രക്ഷപ്പെടാൻ പെട്ട മാർഗം ഇന്ന് പകല് മുഴുവൻ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും കണ്ടിട്ടുണ്ട്. ഒരു മറുപടി അദ്ദേഹം പറഞ്ഞോ? ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട ചർച്ചയിൽ കോൺഗ്രസിന്റെ വക്താവ് ജ്യോതികുമാർ ചാമക്കാലയോട് ശ്രീ A.A. റഹീമി ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ഈ നാടിനാപത്താണ്. മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്നവർ, അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കും മിസ്റ്റർ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്നവർ ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ഈ രാജ്യത്തിന് ആപത്താണ്. അതുകൊണ്ട് ആ വോട്ട് വേണ്ട എന്ന് പറയാൻ കോൺഗ്രസ് വക്താവായ താങ്കൾക്ക് ഇപ്പൊ സാധിക്കോ? ഞങ്ങൾ അന്തസ്സായി പറയുന്നു, ഭൂരിപക്ഷ വർഗീയത വോട്ടും വേണ്ട, ന്യൂനപക്ഷ വർഗീയത വോട്ടും ഞങ്ങൾക്ക് വേണ്ട എന്ന് എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ആർജവമില്ലെങ്കിൽ കോൺഗ്രസ് വക്താവിന് ആർജവമുണ്ടോ? ഒരു മിനിറ്റ് ബാക്കിയുണ്ടല്ലോ. എന്തിനാ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കണേ? കോഴിക്കോട് ജനങ്ങൾക്ക് ഷാബി പറമ്പലിന് കിട്ടിയതിന് അല്ല, നിങ്ങൾ അവസാന നിമിഷമൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയ അന്വേഷണത്തിൽ 1 മിനിറ്റ് അരുൺ പറയൂ. മാങ്ങ എത്രയാന്ന് ചോദിച്ചാൽ ചക്ക ഇത്രയാന്ന് പറയുന്നില്ല. ധർമ്മരാജൻ 25 ലക്ഷം ഒന്നും ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഒരു മറുപടി കേൾക്കണ്ടേ? അരുണൊന്ന് പറഞ്ഞോട്ടെ, എങ്ങനെ സാക്ഷിയെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നേ പറയട്ടെ. അരുൺ പറയൂ, വേഗം പറഞ്ഞോളൂ അരുൺ, 1 മിനിറ്റ്. കൂട്ടക്കവർച്ചയുടെ ഭാഗമായി തന്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ 22 പേരടങ്ങുന്ന സംഘം തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയാണ് കേരള പോലീസ് അന്വേഷിച്ചത്. ആ കവർച്ചയുടെ ഒരു ഘട്ടത്തിലോ കവർച്ചയുടെ ഗൂഢാലോചനയിലോ സുരേന്ദ്രൻ ഇല്ല. പക്ഷേ പണം കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൊഴി അത് കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോ കൃത്യമായി അത് അന്വേഷിക്കേണ്ട ED ആണ്. കുറ്റപത്രത്തിൽ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. 239 സാക്ഷികളുടെ മൊഴി ഹാജരാക്കിയിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഹൈക്കോടതി 3 ആഴ്ചയ്ക്കുള്ളിൽ സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുന്നു. ED ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടി വരും, കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറയേണ്ടി വരും, കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീല് കൃത്യമായിട്ട് പുറത്തു വരും, യാതൊരു സംശയമില്ല അതിന്. ശരി, നമുക്ക് സമയം പൂർണ്ണമായി അവസാനിച്ചുകൊണ്ടാണ് നമുക്കിനി നാളെ നിശബ്ദ പ്രചാരണമാണല്ലോ. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. വളരെ നന്ദി. റോജി എം ജോൺ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നാരായണൻ നമ്പൂരി ചർച്ചയിൽ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.